രാമപുരം നോർത്ത് LP സ്കൂളിന്റെ 2024-25 പ്രവർത്തന വർഷത്തെ റിപ്പോർട്ട്. അറിവിന്റെ അക്ഷയഖനിയിൽ നിന്നും നിറവിന്റെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് നന്മയുടെ പൊൻകിരണങ്ങൾ നേരിന്റെ അക്ഷരങ്ങളിൽ ചാലിച്ചു നൽകി വിജ്ഞാനവും വിവേകവുമുള്ളവരായി വിരാജിക്കുന്നതിന് മാർഗം തെളിക്കുന്ന ഈ പ്രകാശഗോപുരത്തിന്റെ 110-ാം വാർഷികവും രക്ഷാകർതൃദിനവും ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായി പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളെ സ്മരിച്ചുകൊണ്ട് 2024-25 അധ്യയന വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കട്ടെ. മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ്. പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ ഇപ്പോഴത്തെ സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ജോസഫ് കളപ്പുരക്കലിനെ ഈ അവസരത്തിൽ ഞങ്ങൾ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ ഞങ്ങൾക്ക് തരുന്ന പിതൃതുല്യമായ വാത്സല്യവും എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള പിന്തുണയും ഞങ്ങൾ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. തുടർന്നും അച്ഛന്റെ പ്രോത്സാഹനവും മാർഗദർശനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലായി 4 അധ്യാപികമാരും KG സെക്ഷനിൽ PTA നിയമിച്ച ഒരു അധ്യാപികയും ഉൾപ്പെടെ 5 അധ്യാപകർ ഇവിടെ സേവനമനുഷ്ഠിച്ചു വരുന്നു. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലായി 10 കുട്ടികളും KG സെക്ഷനിൽ 8 കുട്ടികളും വിദ്യ അഭ്യസിച്ചു വരുന്നു. റിട്ടയർമെന്റും പുതിയ നിയമനവും. സ്തുത്യർഹമായ അധ്യാപന തപസ്യയ്ക്ക് ശേഷം 2024 മെയ് 31-ാം തീയതി ഹെഡ് മിസ്ട്രസ് ശ്രീമതി ലിസി തോമസ് സർവീസിൽ നിന്ന് വിരമിക്കുകയും മാനത്തൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നിന്ന് ശ്രീമതി ഷൈന എബ്രാഹാം പുതിയ HM ആയി ജൂൺ 1-ന് ചാർജ് എടുക്കുകയും ചെയ്തു. ലിസി ടീച്ചറിന്റെ സേവനങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. കഴിഞ്ഞ 2 വർഷക്കാലം ഈ സ്കൂളിൽ താൽക്കാലികമായി സേവനമനുഷ്ഠിച്ച ശ്രീമതി അഞ്ജു ബേബി LPSTയുടെ ഒഴിവിൽ ശ്രീമതി ജിസ്മോൾ വർഗീസ് LPST നിയമിതയായി. 2023-24 വാർഷികം. 2023-24 വാർഷികം 2024 മാർച്ച് 7-ാം തീയതി സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ജോസഫ് കളപ്പുരക്കലിന്റെ മഹനീയ അധ്യക്ഷതയിൽ നടത്തപ്പെട്ട യോഗം പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റെവറൻഡ് ഫാദർ ജോർജ് പുല്ലുകാലായിൽ ഉദ്ഘാടനം ചെയ്തു. രാമപുരം AEO ശ്രീമതി മേരിക്കുട്ടി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രവേശനോത്സവം. 2024 ജൂൺ 3-ാം തീയതി സ്കൂൾ മധ്യവേനൽ അവധി കഴിഞ്ഞ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പ്രവേശനോത്സവം സമുചിതമായി നടത്തപ്പെട്ടു. കുട്ടികൾ മാതാപിതാക്കളോടൊപ്പം സ്കൂളിൽ എത്തിച്ചേർന്നു. പഠനോപകരണങ്ങളും മധുരപലഹാരങ്ങളും കുട്ടികൾക്ക് നൽകി. സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ജോസഫ് കളപ്പുരക്കൽ, വാർഡ് മെമ്പർ ശ്രീ ജോഷി കുമ്പളത്ത്, PTA പ്രസിഡന്റ് ശ്രീ അജേഷ് P തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ അസംബ്ലി. എല്ലാ ദിവസവും 9:30-ന് അസംബ്ലിയോടെ ആരംഭിക്കുന്ന ക്ലാസുകൾ പ്ലെഡ്ജ്, ന്യൂസ് റീഡിംഗ്, എയറോബിക് എക്സസൈസ്, അന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങളോടെ അവസാനിക്കുന്നു. സ്കൂൾ ലീഡർ കുമാരി ജുവൽ മേരി ജോൺസന്റെ നേതൃത്വത്തിൽ കുട്ടികൾ അസംബ്ലി നടത്തിവരുന്നു. SRG മീറ്റിംഗ്. സ്കൂളിലെ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ആഴ്ചയിലൊരിക്കൽ ഹെഡ് മിസ്ട്രസിന്റെ നേതൃത്വത്തിൽ SRG മീറ്റിംഗ് നടത്തപ്പെടുന്നു. മതബോധനവും സന്മാർഗ പഠനവും. കുട്ടികളെ മൂല്യബോധവും സന്മാർഗ ചിന്തയുമുള്ള നല്ല കുഞ്ഞുങ്ങളായി വളർത്തിക്കൊണ്ടുവരുവാൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മതബോധനവും ബുധനാഴ്ച സന്മാർഗ പാഠവും അഭ്യസിപ്പിച്ചു വരുന്നു. തിരുഹൃദയ പ്രതിഷ്ഠ. ജൂൺ 8-ാം തീയതി സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ജോസഫ് കളപ്പുരക്കൽ തിരുഹൃദയ പെരുന്നാളിനോടനുബന്ധിച്ച് സ്കൂൾ വെഞ്ചരിക്കുകയും തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ദിനാചരണങ്ങൾ. വായനാ ദിനം. ശ്രീ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്ന അവസരത്തിൽ ഹെഡ് മിസ്ട്രസ് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. തുടർന്നു വരുന്ന ഒരാഴ്ച വായനവാരമായി ആചരിക്കുകയും ചെയ്തു. വായനാ മത്സരം
കയ്യക്ഷര മത്സരം, ക്വിസ്, പ്രസംഗം, പുസ്തക പ്രദർശനം, പോസ്റ്റർ രചന തുടങ്ങിയ മത്സരങ്ങളും തദവസരത്തിൽ നടത്തപ്പെട്ടു. ലഹരി വിരുദ്ധ ദിനാചരണം. ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് നവംബർ 14 ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും പോസ്റ്റർ രചന, മനുഷ്യച്ചങ്ങല തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കൊപ്പം ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഒളമറ്റം പെരിക്കോണി റെസിഡൻഷ്യൽ അസോസിയേഷൻ സ്നേഹപൂർവ്വം ഭൂമിക്കായി, കുഞ്ഞേ നിനക്കായി എന്നീ പദ്ധതികളുടെ ഭാഗമായി ലഹരി വിരുദ്ധ അവബോധന ക്ലാസ് സംഘടിപ്പിക്കുകയും വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. സ്വാതന്ത്ര്യ ദിനാഘോഷം. 77ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ പതാക ഉയർത്തുകയും പതാക നിർമ്മാണം, പ്രസംഗ മത്സരം, ദേശീയ പതാക കളറിംഗ് മത്സരം, റാലി, ക്വിസ് കോമ്പറ്റീഷൻ, ദേശഭക്തി ഗാനാലാപനം, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രച്ഛന്ന വേഷ മത്സരം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായ രീതിയിൽ നടത്തുകയും ചെയ്തു. അധ്യാപക ദിനാചരണം. സെപ്റ്റംബർ 5 അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾ അധ്യാപകരെ പൂക്കൾ, ലഘു സമ്മാനങ്ങൾ തുടങ്ങിയവ നൽകി ആദരിക്കുകയും ചിത്രരചനാ മത്സരം, പ്രസംഗ മത്സരം എന്നിവ നടത്തുകയും ചെയ്തു. ഓണാഘോഷം. സെപ്റ്റംബർ 13 സ്കൂളിൽ ഓണാഘോഷം നടത്തപ്പെട്ടു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് കളപ്പുരയ്ക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിസമ്മ മത്തച്ചൻ, വാർഡ് മെമ്പർ ശ്രീ ജോഷി കുമ്പളത്ത്, രാമപുരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ശ്രീ VA ജോസ് ഉഴുന്നാലിൽ, രക്ഷകർത്താക്കൾ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങി എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഓണാഘോഷ പരിപാടികളും ഓണസദ്യയും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള മത്സരങ്ങളും ഒരു പുതിയ അനുഭവമായിരുന്നു. PTA പ്രസിഡന്റ് ശ്രീ അജേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ സ്കൂളിലെത്തുകയും കുട്ടികൾക്ക് ഓണസമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ക്രിസ്തുമസ് ആഘോഷം. ക്രിസ്തുമസ് ആഘോഷം ഡിസംബർ 19 വെള്ളിയാഴ്ച നടത്തുകയുണ്ടായി. സ്കൂൾ മാനേജർ ക്രിസ്തുമസ് സന്ദേശം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, രാമപുരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ക്രിസ്തുമസ് കരോൾ, സ്കിറ്റ് തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു. അന്നേ ദിവസം 1ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി രുചിമേള പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. വിവിധങ്ങളായ നാടൻ ഭക്ഷണങ്ങൾ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും തയ്യാറാക്കി കൊണ്ടുവരികയും ഭക്ഷണ പ്രദർശനം നടത്തുകയും ചെയ്തു. നാടൻ വിഭവങ്ങളുടെ തനി രുചി എല്ലാ കുട്ടികൾക്കും പുത്തൻ അനുഭവമായി മാറി. ആരോഗ്യ ക്ലാസ്. വിരവിമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി രാമപുരം PHCയിൽ നിന്നും ജൂൺ 20 ആരോഗ്യ പ്രവർത്തകർ സ്കൂളിലെത്തി കുട്ടികൾക്ക് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും വിരഗുളികകൾ നൽകുകയും ചെയ്തു. ഉച്ചഭക്ഷണം. വിദ്യാഭ്യാസം പോലെ തന്നെ ആരോഗ്യ പരിപാലനവും പ്രധാനപ്പെട്ടതാണ്. പോഷക സമൃദ്ധവും രുചികരവുമായ ഭക്ഷണം ഗവൺമെന്റിന്റെ സഹായത്തോടെ നൽകി വരുന്നു. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകുന്നു. ഭക്ഷണം രുചികരമായി പാകം ചെയ്യുന്ന ഏലിക്കുട്ടി ചേച്ചിക്ക് പ്രത്യേകം നന്ദി. നോൺ മീൽ ഓഫീസർ ഉച്ചഭക്ഷണ പരിപാടിയുടെ ഭാഗമായി ഇടയ്ക്കിടെ പരിശോധന നടത്താറുണ്ട്. കുടിവെള്ളവും പാചകം ചെയ്ത ഭക്ഷണവും കൃത്യമായി പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. മേളകൾ. 2024 സെപ്റ്റംബർ 23 വാകക്കാട് സെന്റ് അൽഫോൻസ സ്കൂളിൽ വെച്ച് നടന്ന ശാസ്ത്രമേളയിലും വർക്ക് എക്സ്പീരിയൻസിലും നമ്മുടെ കുട്ടികൾ പങ്കെടുത്തു. ബീഡ്സ് വർക്കിൽ ജോഷ്വ ജ്യോതിഷും, വെജിറ്റബിൾ പ്രിന്റിംഗിൽ ജുവൽ മേരി ജോൺസണും, കൊയർ മാറ്റ് മേക്കിങ്ങിൽ അങ്കിത് ഡിയും, ക്ലേ മോഡലിംഗിൽ ഇഷാൻ PKയും, ഫാബ്രിക് പെയിന്റിംഗിൽ ഏഞ്ചൽ മരിയ R തുടങ്ങിയവരും പങ്കെടുത്ത് മികച്ച ഗ്രേഡുകൾ കരസ്ഥമാക്കി. 1ാം ക്ലാസ്സിലെ ജോഷ്വ ജ്യോതിഷ് ബീഡ്സ് വർക്കിൽ ഉപജില്ലാ തലത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സ്കൂളിന് അഭിമാനമായി. ജോഷ്വായ്ക്കും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. കലോത്സവം. ഒക്ടോബർ 17 കുറിച്ചിത്താനം ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന രാമപുരം ഉപജില്ലാ കലോത്സവത്തിൽ
11 ഇനങ്ങളിലായി നമ്മുടെ സ്കൂളിലെ 10 കുട്ടികളും പങ്കെടുക്കുകയും 41 പോയിന്റ് നേടി രാമപുരം സബ് ജില്ലയിലെ 38 സ്കൂളുകളിൽ വെച്ച് 13ാം സ്ഥാനം കരസ്ഥമാക്കി അഭിമാനാർഹമായ വിജയം കൈവരിക്കുകയും ചെയ്തു. വിജയികളായ നമ്മുടെ കുട്ടികൾക്കും അവരെ അതിനായി ഒരുക്കിയ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും പ്രത്യേകം നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. സ്പോർട്സ് 2025 ജനുവരി 14 രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സബ് ജില്ലാതല സ്പോർട്സ് മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ 6 കുട്ടികൾ പങ്കെടുക്കുകയും LP മിനി ബോയ്സ് വിഭാഗത്തിൽ നിന്ന് 3ാം ക്ലാസ്സിലെ അങ്കിത് 100 മീറ്റർ ഓട്ടം, സ്റ്റാൻഡിംഗ് ബ്രോഡ് ജംപ് എന്നിവയിൽ 1ാം സ്ഥാനവും 50 മീറ്റർ ഓട്ടത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. 28 പോയിന്റോടുകൂടി അങ്കിത് വ്യക്തിഗത ചാമ്പ്യനാവുകയും LP മിനി ബോയ്സ് വിഭാഗത്തിൽ നമ്മുടെ സ്കൂൾ ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്തു. അധികാരികളുടെ വരെ ശ്രദ്ധ പിടിച്ചുപറ്റിയ വളരെ അഭിമാനാർഹമായ നേട്ടമായിരുന്നു ഇത്. അങ്കിത്തിന് നോർത്ത് LPS ഫാമിലിയുടെ അഭിനന്ദനങ്ങൾ. ഒപ്പം പരിശീലനം നൽകിയ അധ്യാപകർക്കും പ്രോത്സാഹനം നൽകിയ മാതാപിതാക്കൾക്കും അഭിനന്ദനങ്ങൾ. വിദ്യാരംഗം കലാസാഹിത്യവേദി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ RVM സ്കൂളിൽ വെച്ച് നടന്ന ശില്പശാലയിൽ ജുവൽ മേരി ജോൺസൺ, അങ്കിത് D, ജോമി മാത്യു ജോസഫ് എന്നിവർ പങ്കെടുക്കുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന 400-ൽ പരം കുട്ടികൾ പങ്കെടുത്ത അഖില കേരള ചിത്രരചനാ മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ ഇഷാൻ PK ഫൈനൽ റൗണ്ടിലെത്തി. ഇഷാന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ക്ലബ്ബുകൾ കുട്ടികളിലെ എല്ലാ തരത്തിലുമുള്ള കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനായി ഗണിത ക്ലബ്, ശാസ്ത്ര ക്ലബ്, ഹെൽത്ത് ക്ലബ്, ലഹരി വിരുദ്ധ ക്ലബ്, ഫാർമേഴ്സ് ക്ലബ് തുടങ്ങിയവ പ്രവർത്തിച്ചു വരുന്നു. യങ് ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സ്കൂളിൽ വിഷരഹിത പച്ചക്കറിത്തോട്ടം വളരെ വിപുലമായ രീതിയിൽ പരിപാലിച്ചു പോരുന്നു. ഇവയിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു. നമ്മുടെ കുട്ടികളിൽ കൃഷിയിൽ താല്പര്യം വളർത്താനും കൃഷിയെക്കുറിച്ച് കുറച്ചൊക്കെ അറിയുവാനും ഇതിലൂടെ സാധിക്കുന്നു. പഠനയാത്ര ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ പഠനയാത്ര ഫെബ്രുവരി 6 വ്യാഴാഴ്ച ഏറ്റുമാനൂർ പ്ലേവേൾഡ് പാർക്കിലേക്കായിരുന്നു. പഠനയാത്ര കുട്ടികളിൽ വളരെയധികം ആനന്ദവും ഉന്മേഷവും ഉളവാക്കി. LSS സ്കോളർഷിപ്പ് പരീക്ഷ ഫെബ്രുവരി 27 നടന്ന LSS പരീക്ഷയിൽ നമ്മുടെ സ്കൂളിൽ നിന്നും ജുവൽ മേരി ജോൺസൺ പങ്കെടുത്തു. LKG UKG ക്ലാസുകൾ അക്ഷരലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കുരുന്നുകൾക്കായി നോർത്ത് നഴ്സറി സ്കൂൾ ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചു വരുന്നു. LKG UKG ക്ലാസുകളിലായി 8 കുട്ടികൾ പഠിക്കുന്നു. നവീകരിച്ച നഴ്സറി സ്കൂൾ ഓഗസ്റ്റ് 14 സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് കളപ്പുരയ്ക്കൽ വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ ഉദ്ഘാടന കർമ്മവും നടത്തി. മുൻകാല PTA പ്രസിഡന്റുമാർ, അഭ്യുദയകാംക്ഷികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷന്റെ ഭാഗമായി ജനുവരി 17 രാമപുരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ സജി KB സ്കൂൾ സന്ദർശിക്കുകയും അക്കാഡമികവും ഓഫീസ് സംബന്ധവുമായ രേഖകൾ പരിശോധിക്കുകയും പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. PTA ഈ സ്കൂളിലെ കുട്ടികളുടെ യശസ് ഉയർത്തുന്നതിനായി അധ്യാപകരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു PTA ആണ് ഈ സ്കൂളിനുള്ളത്. PTA പ്രസിഡന്റ് ശ്രീ അജേഷ് P സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഞങ്ങളിൽ ഒരാളായി നിന്ന് പ്രവർത്തിച്ചു വരുന്നതിൽ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട്. അജേഷിനോടും PTA അംഗങ്ങൾ ഓരോരുത്തരോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. സ്കോളർഷിപ്പുകൾ ഈ നാട്ടിലെ അഭ്യുദയകാംക്ഷികളായ ഏതാനും ചില വ്യക്തികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പുകൾ പഠനത്തിലും കലാകായിക മേഖലകളിലും മികവ് പുലർത്തുന്ന കുട്ടികൾക്കായി നൽകി വരുന്നു. 16 സ്കോളർഷിപ്പുകളാണ് നമുക്കുള്ളത്. വികസന പ്രവർത്തനങ്ങൾ 2024-25 വർഷത്തിൽ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളും അതിലേക്കായി സഹായഹസ്തവുമായി എത്തിയവരെയും
ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർക്കുന്നു. സ്കൂൾ നഴ്സറി നവീകരണം, കുട്ടികൾക്കായുള്ള കളിക്കോപ്പുകൾ, കുട്ടികളുടെ വാഷിംഗ് ഏരിയ, പാർക്കിംഗ് ഏരിയ, ഷീറ്റ് ഇടൽ, ഓഫീസ് നവീകരണം, ടൈലിംഗ്, ടോയ്ലറ്റ് നവീകരണം, സ്കൂൾ നെയിം ബോർഡ് സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടത്താൻ സാധിച്ചു. ഈ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ധനസഹായം നൽകുകയും ചെയ്ത അഭ്യുദയകാംക്ഷികളായ ഓരോരുത്തരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നോർത്ത് LP സ്കൂളിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. കൃതജ്ഞത. 110ാമത് വാർഷികാഘോഷങ്ങൾക്ക് തിരശ്ശീല ഉയർന്ന ഈ സുന്ദര നിമിഷത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ജോസഫ് അച്ഛൻ, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ആദരണീയനായ പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റവറൻഡ് ഫാദർ ജോർജ് പുല്ലുകാലായിൽ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിസമ്മ മത്തച്ചൻ, വാർഡ് മെമ്പർ ശ്രീ ജോഷി കുമ്പളത്ത്, PTA പ്രസിഡന്റ് ശ്രീ അജേഷ് P, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന കുറിഞ്ഞി FCC കോൺവെന്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, PTA അംഗങ്ങൾ, നല്ലവരായ നാട്ടുകാർ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അഭ്യുദയകാംക്ഷികളായ ഓരോരുത്തർക്കും നന്ദിയുടെ നറുമലരുകൾ അർപ്പിച്ചുകൊള്ളട്ടെ. കഴിഞ്ഞ 110 വർഷക്കാലം നമ്മെ കാത്തുപരിപാലിച്ച നല്ലവനായ ദൈവത്തിനു മുമ്പിൽ നന്ദിപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു. If you want to do something different, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നോ അത് തന്നെ നീ ചെയ്യണം. ചിലപ്പോ തോറ്റുപോയെന്ന് വരും, പക്ഷെ അപ്പോഴും നിനക്ക് അഭിമാനത്തോടെ പറയാം, ഐ എം ഡിഫറെന്റ്. ആവേശം പൊങ്ങുന്നേ